നമസ്കാരം. ഏപ്രിൽ 22 ഭാരതത്തിനും ഭാരതീയർക്കും മറക്കുവാൻ സാധിക്കാത്തൊരു ദിനമാണ്. 2025 ഏപ്രിൽ 22-നാണ് കശ്മീരിൽ പഹൽഗാമിൽ പാകിസ്ഥാനിൽ നിന്നുള്ള 3 ഇസ്ലാമിക ഭീകരവാദികൾ 26 വിനോദസഞ്ചാരികളെ മതം നോക്കി, അത് പാൻ്റഴിച്ച് സുന്നത്ത് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുവരുത്തി, അതിനുശേഷം ഇസ്ലാമിക കലിമ ചൊല്ലുവാൻ പറഞ്ഞ് അതറിയില്ല എന്നും ഉറപ്പുവരുത്തിയതിനു ശേഷം വെടിവെച്ച് കൊന്നത്. ഈ 3 ഇസ്ലാമിക ഭീകരവാദികളും വധിക്കപ്പെട്ടു. പക്ഷേ ഭാരതത്തെ സംബന്ധിച്ച് അത് ദുഃഖകരമായിട്ടുള്ള ഒരു കറുത്ത ദിനം തന്നെയാണ് ഏപ്രിൽ 22. അതിൻ്റെ ആ ദുഃഖസ്മരണയുടെ 1-ാം വാർഷികം ഇപ്പോൾ ഇങ്ങെത്തി എന്നുള്ളൊരവസ്ഥയിലൂടെ ഭാരതം കടന്നു പോകുമ്പോൾ, ദുഃഖകരമായൊരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ, ഒരു ദുഃഖകരമെന്ന് മാത്രം നമുക്ക് പറയുവാൻ സാധിക്കില്ല. കാരണം ദുഃഖകരമാണ്, അതീവ ദുഃഖകരമായിട്ടുള്ള ആ ഒരു സാഹചര്യത്തിന് പ്രതികാര നടപടിയായി ഭാരത സർക്കാരും ഭാരത സൈന്യവും ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കുകയും പാകിസ്ഥാൻ്റെ വിവിധ ഭീകരവാദ കേന്ദ്രങ്ങൾ, അത് മുറീദ് കെ ഉൾപ്പെടെയുള്ള സുഫാനുള്ള മദ്രസകളും പള്ളികളും ഉൾപ്പെടെയുള്ള ഭീകരവാദ കേന്ദ്രങ്ങളും, എന്തിന് പാകിസ്ഥാൻ്റെ പ്രധാന സൈനിക കേന്ദ്രങ്ങളും ഉൾപ്പെടെയുള്ള നിരവധി ലക്ഷ്യങ്ങൾ തച്ച് തകർത്ത് പ്രതികാരം ചെയ്ത ഭാരതത്തിൻ്റെ ഒരു അഭിമാനപൂർവമായിട്ടുള്ളൊരു ചരിത്രവും ഈ ദുഃഖകരമായ ദിവസവുമായി ബന്ധപ്പെട്ട് തന്നെ കിടപ്പുണ്ട്. പക്ഷേ ദുഃഖകരമാണ് ഏപ്രിൽ 22 ഭാരതത്തെ സംബന്ധിച്ച് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആ ദുഃഖകരമായ സ്മരണകളുടെ 1-ാം വാർഷികം ആചരിക്കുവാനായി ഭാരതം തയ്യാറെടുക്കുമ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് വീണ്ടും ഒരു ചതിക്ക് കളമൊരുങ്ങുകയാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇൻ്റലിജൻസ് ഏജൻസികൾ പുറത്തുവിടുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങളനുസരിച്ച് പാകിസ്ഥാൻ വീണ്ടും ഒരു ചതിക്ക് തയ്യാറെടുക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു ചതിയാണ് അവർ തയ്യാറെടുക്കുന്നതെന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമായ വിവരങ്ങൾ ഇൻ്റലിജൻസ് ഏജൻസികൾ പൊതുജനത്തോട് പങ്കുവച്ചിട്ടില്ല, അല്ലെങ്കിൽ പൊതുജനത്തിന് കൈമാറിയിട്ടില്ല. പക്ഷേ പൊതുവേ രാജ്യമൊട്ടാകെ ഒരു ജാഗ്രതാ നിർദ്ദേശം നിലവിലുണ്ട്. സംസ്ഥാനങ്ങളെല്ലാം അതീവ ജാഗ്രത പുലർത്തണം. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പുകൾ പല സംസ്ഥാനങ്ങളിലും, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു കാലഘട്ടമാണിത് എന്നുള്ള നിർദ്ദേശം രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്ന് സംസ്ഥാനങ്ങൾക്ക് പൊതുവായി തന്നെ നൽകപ്പെട്ടിട്ടുണ്ട്. എത്തരത്തിലുള്ളൊരു ചതിയാണ് പാകിസ്ഥാൻ ആസൂത്രണം ചെയ്യുന്നതെന്നുള്ളത് സംബന്ധിച്ച് വിശദമായ വിവരങ്ങളില്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു തുടക്കത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമാണ്. ആ തുടക്കമെന്നുള്ളത് ഒരു വ്യാജ വാർത്തയുടെ പ്രചരണത്തോടു കൂടിയാണ് ആരംഭിച്ചിരിക്കുന്നത്. അതും ISIയുടെ വാർത്താ വിഭാഗത്തിൻ്റെ ഡയറക്ടർ ജനറലായിട്ടുള്ള മുഹമ്മദ് മുഷ്താഖ് അലി എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കപ്പെടുന്ന ഒരു പദ്ധതിയാണിത്. അതിൻ്റെ തുടക്കം ഭാരതം ഒരു ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ ഒരുങ്ങുന്നു എന്നുള്ള വ്യാജ വാർത്ത പാകിസ്ഥാനിലെ ഒരു പ്രാദേശിക പത്രത്തിൽ നൽകപ്പെടുന്നു. എന്താണ് ഈ ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ എന്ന് ചോദിച്ചാൽ, ഭാരതം തന്നെ ആസൂത്രണം ചെയ്തൊരു ഭീകര ആക്രമണം നടത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദുരന്തമുണ്ടാക്കുക, അതിൻ്റെ ഉത്തരവാദിത്വം പാകിസ്ഥാന് മേലെ ആരോപിക്കുക. അത്തരത്തിലുള്ളൊരു പദ്ധതിക്ക് ഭാരതം തയ്യാറെടുക്കുന്നു എന്നുള്ളൊരു വ്യാജ വാർത്ത പാകിസ്ഥാനിലെ ഒരു പ്രാദേശിക പത്രത്തിൽ നൽകപ്പെടുന്നു. അതിനുശേഷം പാകിസ്ഥാൻ്റെ ISPR എന്നൊരു വിഭാഗമുണ്ട്. അത് ഈ ISIയുടെ തന്നെ, ഇന്റർ സർവീസസ് ഇൻ്റലിജൻസിൻ്റെ തന്നെ, പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയാണ്, അല്ലെങ്കിൽ ചാരസംഘടനയാണ്. അവരുടെ തന്നെ ഒരു മാധ്യമങ്ങളോട് ബന്ധം പുലർത്തുവാനുള്ള ഒരു വിഭാഗമാണ് ഈ ISPR, ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ്. അവർ ഈ വാർത്ത ഏറ്റെടുത്ത് പാകിസ്ഥാന് വേണ്ടി പ്രവർത്തിക്കുന്ന ലോകമെമ്പാടുമുള്ള അനുഭാവികളെയോ അല്ലെങ്കിൽ ISIയുടെ ഏജൻറ്റുമാരെയോ ഏൽപ്പിക്കുന്നു. അത് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഈ വാർത്തയ്ക്ക് വൻ പ്രചരണം നൽകുന്നു. ആ പ്രചാരണം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ എക്സ്-കോർപ്സ് എന്നൊരു സൈനിക വിഭാഗം ഇതിലേക്ക് കടന്നു വരുന്നു. എന്താണ് ഈ എക്സ്-കോർപ്സ് എന്ന് ചോദിച്ചാൽ, പഞ്ചാബ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന, അതായത് പാകിസ്ഥാനിലെ പഞ്ചാബ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ്റെ വടക്കൻ പ്രവിശ്യകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൈനിക വിഭാഗമാണ് എന്നാണ് പൊതുമണ്ഡലത്തിൽ ഈ എക്സ്-കോർപ്പ് അറിയപ്പെടുന്നത്. പക്ഷേ അവരുടെ ഒരേ ഒരു ഉദ്ദേശം പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിൽ ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഭാരതത്തിനെതിരെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ, റേഞ്ചേഴ്സും ഇവരും ചേർന്ന് സൈനിക പോസ്റ്റുകൾക്ക് നേരെ ഒരു ആക്രമണം നടത്തുന്നു, തിരിച്ചടി ഉണ്ടാകുമ്പോൾ ജീവനും കൊണ്ടോടുന്നു. ഇതാണ് പ്രത്യക്ഷത്തിൽ നേർക്ക് നേരെയുള്ള യുദ്ധത്തിലോ അല്ലെങ്കിൽ ഏറ്റുമുട്ടലിലോ ഇവരുടെ ഒരു ഉദ്യമം, അല്ലെങ്കിൽ ഇവരുടെ ഒരു ഭാഗധേയം ഉണ്ടാകുന്നത്. ഇവരുടെ ഒരു പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെയുള്ള യുദ്ധത്തിൽ ഇതാണ്. പക്ഷേ മറഞ്ഞിരുന്നുള്ള നിഴൽ യുദ്ധത്തിൽ ഇവർ വഹിക്കുന്ന പങ്ക്, പാകിസ്ഥാന് വേണ്ടി ഇവർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വ്യാജ വാർത്തയുടെ ഒരു പ്രതിഷ്ഠ ഒരു പ്രാദേശിക പത്രത്തിൽ നടക്കുമ്പോൾ ISPR അത് ഏറ്റെടുക്കുന്നു. അന്താരാഷ്ട്ര തലത്തിലുള്ള പാകിസ്ഥാൻ അനുഭാവികളിലൂടെയും ISIയുടെ ഏജൻറ്റുകളിലൂടെയും അതിന് വൻ പ്രചാരം നൽകുന്നു. എക്സ്-കോർപ്പ് ഈ വാർത്ത ഏറ്റെടുത്ത്
പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിൽ നിന്ന് നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിലേക്ക് കടത്തി അവിടെയുള്ള അവരുടെ അനുഭാവികൾ, അവിടെയും അവർക്ക് അനുഭാവികളുണ്ട്, ആ അനുഭാവികളിലേക്ക് ഞാൻ വരാം. ആ അനുഭാവികളിലേക്ക് ഈ വാർത്ത നൽകി ഭാരതത്തിൽ പാകിസ്ഥാൻ അനുഭാവികളായി, അനുകൂലികളായി, അല്ലെങ്കിൽ ആ മനസ്ഥിതിയിൽ നിലകൊള്ളുന്ന ഒരു വിഭാഗത്തെ ഇവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒരു ആവാസ വ്യവസ്ഥ തന്നെ ഭാരതത്തിലുണ്ട് എന്ന് പറയാമെന്നല്ല, ആവാസ വ്യവസ്ഥ ഭാരതത്തിലുണ്ട് പാകിസ്ഥാൻ അനുകൂല മനോഭാവം പുലർത്തുന്ന. അത് ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടവരാകാം, അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ISI ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ദാവൂദ് ഇബ്രാഹിമിനെ പോലുള്ള പാകിസ്ഥാൻ്റെ കളിപ്പാവകൾ നിയന്ത്രിക്കുന്ന ഇവിടുത്തെ സോഷ്യലിസ്റ്റുകളാകാം, അർബൻ നക്സലുകളാകാം, NGOകളാകാം, ആരുമാകാം. ഇവരിലേക്കെല്ലാം ഈ വാർത്തകളുടെ ഒരു കണ്ടൻറ്റ് നൽകപ്പെടുന്നു, അല്ലെങ്കിൽ ഈ വാർത്തകളുടെ ഒരു ഉള്ളടക്കം നൽകപ്പെടുന്നു. അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ടൂൾ കിറ്റ് എന്ന് നാം കേട്ടിട്ടില്ലേ, സമീപകാലത്ത് നാം കേട്ടിട്ടുള്ള ഈ ടൂൾ കിറ്റ് ഇവർക്ക് നൽകപ്പെടുന്നു. ഈ ടൂൾ കിറ്റ് ഇവരുടെ സാമൂഹ്യ മാധ്യമ ഹാൻഡിലുകളിലൂടെ പ്രചരിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വാർത്തയ്ക്കൊരു അടിസ്ഥാനമുണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു വ്യാജ അടിസ്ഥാനം സൃഷ്ടിക്കപ്പെടുന്നു. അതിനുശേഷം എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഭീകരാക്രമണം ISIയുടെ കാർമ്മികത്വത്തിൽ ഭാരതത്തിൽ നടക്കുന്നു. അതിൻ്റെ ഉത്തരവാദിത്വം പാകിസ്ഥാനിൻ്റെ മേൽ ഭാരതം ചുമത്തുമ്പോൾ പറയുന്നു, ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ ഭാരതം ഇത്തരത്തിലൊരു പ്രക്രിയ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലും ചെയ്തിട്ട് ഞങ്ങളുടെ മേൽ അതിൻ്റെ ഉത്തരവാദിത്വം ചാർത്തിത്തരും എന്നൊരു നിഷ്കളങ്കത അഭിനയിക്കുവാൻ പാകിസ്ഥാൻ ഇത് വഴിയൊരുക്കുന്നു. ഒപ്പം തന്നെ ഈ ഒരു ഭീകരാക്രമണ പദ്ധതികളുടെ ഒരു ആസൂത്രണം കൃത്യമായി നടപ്പാക്കുവാനുള്ള ഒരു സമയവും അവർക്കിത് നൽകുന്നു. അതുകൊണ്ട് തന്നെ ഏപ്രിൽ 22-ന് ചുറ്റിപ്പറ്റിയുള്ള ദിനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് ഭാരതത്തിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസികൾ നമ്മോട് പറയുന്നത്. ഇത്തരത്തിൽ ഈ ഒരു പ്രചാരം നൽകുന്നതിൽ പാകിസ്ഥാനെ സഹായിക്കുന്ന അനുഭാവികളുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അവരെയാണ് നാം പാകിസ്ഥാനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരവാദികളെ ഒരു പരിധിവരെ നേരിടുവാൻ നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികളും സൈന്യവും പര്യാപ്തമാണ് എന്ന് മാത്രമല്ല, അവരുടെ അതിനുള്ള ശേഷി പാകിസ്ഥാനേക്കാൾ വളരെ അധികം വലുതാണ്. പക്ഷേ ഭാരതത്തിൽ തന്നെ പാകിസ്ഥാൻ അനുകൂല മനോഭാവം വെച്ച് പുലർത്തുന്ന ഒരു ആവാസ വ്യവസ്ഥയുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ആവാസ വ്യവസ്ഥ കാരണമാണ് പലപ്പോഴും രഹസ്യാന്വേഷണ ഏജൻസികളും സൈനിക വിഭാഗങ്ങളും, നമ്മുടെ ഭാരതത്തിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസികളും സൈനിക വിഭാഗങ്ങളും പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരവാദികളുടെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായി തടയുന്നതിൽ പരാജയം നേരിടുന്നത് എന്നുള്ളതാണ് ഭാരതത്തെ സംബന്ധിച്ച് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു വസ്തുത. ആ ആവാസ വ്യവസ്ഥ അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരല്പം ചരിത്രം പറയേണ്ടതുണ്ട്. പലപ്പോഴും ഈ ദേശീയവാദികളായിട്ടുള്ള വ്യക്തികൾ നേരിടേണ്ടി വരുന്നൊരു ചോദ്യമാണ്, നിങ്ങളെന്തിനാണ് പഴയ കാര്യങ്ങൾ പറയുന്നത്, പഴയ ചരിത്രങ്ങൾ പറയുന്നത്? പഴയ ചരിത്രങ്ങൾ പറഞ്ഞേ തീരൂ. കാരണം ഇത്തരത്തിലുള്ള പാകിസ്ഥാൻ അനുകൂല മനോഭാവം വെച്ച് പുലർത്തി ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള ആളുകളെക്കുറിച്ച് പറയുമ്പോൾ ഈ ആവാസ വ്യവസ്ഥയുടെ വിത്തുകൾ എവിടെ പാകപ്പെട്ടു എന്നുള്ളത് പരിശോധിക്കേണ്ടതും അത് നിരന്തരമായി മറ്റുള്ളവരെ ഓർമ്മപ്പെടുത്തേണ്ടതും ഒരു മാധ്യമപ്രവർത്തകൻ്റെ കടമയാണ്, ഒരു ദേശീയവാദിയുടെ കടമയാണ്. അതുകൊണ്ട് തന്നെയാണ് ചരിത്രം പറയുന്നത്, അത് വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം സത്യം പറയേണ്ടത് നമ്മുടെയൊക്കെ ഒരു കർമ്മമാണ്. അത് സ്വീകരിക്കുക എന്നുള്ളത്, അതോ അതിനെ തള്ളിക്കളയണമോ എന്നുള്ളത് നിങ്ങളുടെ ധർമ്മമാണ്. അത് കേൾക്കുന്നവരുടെ, ആ സത്യം ആദ്യമായിട്ട് കേൾക്കുന്നവരുടെയോ അല്ലെങ്കിൽ ചാരുകസേരയിൽ കിടന്ന് ആവർത്തിച്ച് കേട്ട് ബോറടിക്കുന്നവരുടെയോ ധർമ്മമാണ് ഇത് കൊള്ളണോ തള്ളണോ എന്നുള്ള തീരുമാനം. അതുകൊണ്ട് തന്നെ ഈ ചരിത്രം പറഞ്ഞേ തീരൂ. ഈ ചരിത്രത്തിൻ്റെ തുടക്കം 1948-ലാണ്. അതിന് മുൻപ് തന്നെ ഞാൻ പറയുവാൻ പോകുന്ന സംഭവവുമായി ബന്ധപ്പെട്ട നിരവധി സംഭവങ്ങൾ ഭാരതത്തിലുണ്ടായിരുന്നു. അത് ഭാരതത്തിൻ്റെ വിഭജനത്തിൽ, പാകിസ്ഥാൻ്റെ നിർമ്മാണത്തിൽ ചെന്ന് അവസാനിച്ചു. പക്ഷെ ഞാൻ പറയുവാൻ പോകുന്ന സംഭവം പാകിസ്ഥാൻ ഉണ്ടായതിനു ശേഷം, ഭാരതം വിഭജിക്കപ്പെട്ടതിന് ശേഷം 1948 ജനുവരി മാസത്തിലാണ് നടക്കുന്നത്. അത് കൽക്കട്ടയിലാണ് നടക്കുന്നത്. സർദാർ വല്ലഭായ് പട്ടേലാണ് ഈ സംഭവത്തിലെ മുഖ്യ കഥാപാത്രം. കൽക്കട്ടയിലെ ഒരു വമ്പൻ ജനാവലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ച സർദാർ വല്ലഭായ് പട്ടേൽ അവിടെ കൂടിയിരുന്ന മുസൽമാന്മാരോട് പറഞ്ഞത്, ഇന്നലെ വരെ പാകിസ്ഥാന് വേണ്ടി മുറവിളി കൂട്ടിയവരാണ് നിങ്ങൾ, അതുകൊണ്ട് നിങ്ങളെ പൂർണ്ണമായി ഞാനിപ്പോൾ വിശ്വസിക്കുന്നില്ല. ഇത് അദ്ദേഹത്തിൻ്റെ കൃത്യമായ പദാനുപദ വാക്കുകളല്ല. ഞാൻ രത്നം ചുരുക്കം എൻ്റെ വാക്കുകളിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു സാരാംശം ഇത്രയുമാണ്: ഇന്നലെ വരെ പാകിസ്ഥാന് വേണ്ടി മുറവിളി കൂട്ടു ആളുകളാണ് നിങ്ങൾ, അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല. എന്നിരുന്നാലും ഭാരതം നിങ്ങളോട് ഒരു വേർതിരിവും കാണിക്കില്ല. നിങ്ങളും ഭാരതീയ പൗരന്മാരായി ഇവിടെ തുടരുവാൻ
തീരുമാനിച്ച ആളുകളാണ് എന്ന് തന്നെ ഞങ്ങളിപ്പോൾ കാണുന്നു. പക്ഷേ നിങ്ങൾ ഭാരതത്തോടുള്ള നിങ്ങളുടെ കൂറ് തെളിയിക്കേണ്ടിയിരിക്കുന്നു. അതിൽ ഒരു സംശയവും വേണ്ട. നിങ്ങളുടെ ഇന്നലെ വരെയുള്ള കൂറും അനുഭാവവും എല്ലാം നിങ്ങൾ ഉപേക്ഷിക്കുവാൻ തയ്യാറാകണം. അല്ലാത്ത പക്ഷം നിങ്ങളെ സംശയത്തോടു കൂടി തന്നെ കാണേണ്ടി വരും എന്ന് അസന്നിഗ്ധമായി ഒരു സംശയത്തിനും ഇട നൽകാത്ത രീതിയിൽ സർദാർ വല്ലഭായ് പട്ടേൽ പറഞ്ഞു വെച്ചു. ഒരു ജനാവലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെ. അതിൻ്റെ ഓഡിയോ ക്ലിപ്പുകൾ ഇപ്പോഴും യൂട്യൂബിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. കേട്ടു നോക്കുക. കാരണം വീഡിയോ അല്ലത് ഓഡിയോയാണ്. ഓഡിയോ ക്ലിപ്പുകൾ കേട്ടു നോക്കുക സംശയമുള്ളവർ. ഇനി അത്തരത്തിലുള്ളൊരു ആവാസ വ്യവസ്ഥയുടെ സൃഷ്ടി ഭാരതത്തിൻ്റെ വിഭജനത്തോടു കൂടി തന്നെ ഇവിടെ നടക്കപ്പെട്ടു. കാരണം അന്നത്തെ ഒരു മുദ്രാവാക്യം ലഡ്കെ ലെങ്കെ പാകിസ്ഥാൻ, ഹസ്കെ ലെങ്കെ ഹിന്ദുസ്ഥാൻ എന്നായിരുന്നു. കാരണം യുദ്ധം ചെയ്ത് അല്ലെങ്കിൽ കലാപങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കി ഞങ്ങൾ പാകിസ്ഥാൻ നേടിയെടുക്കും. അതിനുശേഷം ഞങ്ങളിവിടെ അവശേഷിപ്പിച്ചു പോകുന്ന ഇത്തരത്തിൽ ഞങ്ങളോട് അനുഭാവമുള്ള ഒരു ആവാസ വ്യവസ്ഥയുടെ സഹായത്തോടു കൂടി ഒരു പുഞ്ചിരിയോടുകൂടി ഞങ്ങൾ ഹിന്ദുസ്ഥാന് മേലും ആധിപത്യം സ്ഥാപിക്കും. ഹിന്ദുസ്ഥാൻ എന്നാൽ ഭാരതം. അത് കേൾക്കുമ്പോൾ പലർക്കും അസ്വസ്ഥത ഉണ്ടാകുമെങ്കിൽ വീണ്ടും പറയുന്നു, ഹിന്ദുസ്ഥാൻ എന്നാൽ ഭാരതം, ഭാരതം എന്നാൽ ഹിന്ദുസ്ഥാൻ. ആ ഹിന്ദുസ്ഥാൻ്റെ മേൽ ആധിപത്യം ഞങ്ങൾ ഇവിടെയുള്ള ഞങ്ങളുടെ അനുഭാവികളുടെ സഹായത്തോടു കൂടി ഒരു പുഞ്ചിരിയോടെ നേടിയെടുക്കും. കലാപങ്ങളെല്ലാം അതിൻ്റെ മറപിടിച്ചുണ്ടാകും. പക്ഷേ ഒരു പുഞ്ചിരിയോടുകൂടി ഞങ്ങൾ ഇവിടുത്തെ ആളുകളായി തന്നെ ഞങ്ങളുടെ ആളുകളെ നിർത്തി, അതായത് ഭാരതീയ പൗരന്മാരായി തന്നെ പ്രത്യക്ഷത്തിൽ നിലനിർത്തിക്കൊണ്ട് ഞങ്ങൾ പാകിസ്ഥാന് വേണ്ടി അവരെ കൊണ്ട് പണിയെടുപ്പിച്ച് ഭാരതത്തിൽ കുഴപ്പങ്ങളുണ്ടാക്കി ഭാരതത്തിൻ്റെ മേൽ ആധിപത്യം നേടുവാനുള്ള ശ്രമങ്ങൾ പുഞ്ചിരിയോടുകൂടി തന്നെ തുടർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അസീം മുനീറും ഷഹബാസ് ഷെരീഫിനെയും പോലുള്ള പാകിസ്ഥാനികൾ ഭാരതത്തിൽ ഭീകരാക്രമണങ്ങൾ നടക്കുമ്പോൾ അതിനെ ഒരു കള്ളപ്പുഞ്ചിരിയോടുകൂടി അതൊക്കെ ഭാരതം വെറുതെ പറയുന്നതാണ് എന്ന് പറയുന്നത്. അതാണ് അവർ പറഞ്ഞിരുന്നത് പണ്ടേ തന്നെ 1947-48 തന്നെ പറഞ്ഞിരുന്നത് ഹസ്കെ ലെങ്കെ ഹിന്ദുസ്ഥാൻ എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞു വെച്ചത്. ഈ ആവാസ വ്യവസ്ഥയുടെ വിത്തുകൾ പാകപ്പെട്ടത് 1947-48 കാലഘട്ടങ്ങളിലാണ്. ആ ആവാസ വ്യവസ്ഥ രൂപാന്തരം സംഭവിച്ച് കേരളത്തിലും ഉണ്ടായിരുന്നു കേട്ടോ. കാരണം പത്തണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന് മുദ്രാവാക്യം വിളിച്ച, കിട്ടണം പാകിസ്ഥാൻ അല്ലെങ്കിൽ ഖബറിസ്ഥാൻ എന്ന് മുദ്രാവാക്യം വിളിച്ച വ്യക്തികളുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു സമുദായത്തിൻ്റെ പിൻതലമുറകൾ ഇന്നും കേരളത്തിൽ തന്നെ ജീവിച്ചിരിക്കുന്നുണ്ട്. അതേ മനോഭാവത്തോടു കൂടി. അവരുടെ ഒരു പരിണാമത്തെ സംബന്ധിച്ച് പറഞ്ഞല്ലോ ഞാൻ. ആ പരിണാമം സംഭവിച്ചത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഏറ്റവും സരളമായി പറഞ്ഞു കഴിഞ്ഞാൽ, പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ളൊരു ക്രിക്കറ്റ് മാച്ച് നടക്കുമ്പോൾ മുഹമ്മദ് അസറുദ്ദീൻ സെഞ്ചുറി അടിക്കണം, പക്ഷേ ഭാരതം തോൽക്കണം എന്നുള്ള മനോഭാവവുമായി കായിക പ്രേമികളായി പൊതുമണ്ഡലങ്ങളിൽ അവതരിക്കുന്ന ഒരു പിൻതലമുറ ഈ പത്തണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന മുദ്രാവാക്യം വിളിച്ചവർക്കുണ്ടായി. അവരുടെ പിൻതലമുറ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരവധി വളരെയധികം ജനസമ്മതിയുള്ള അല്ലെങ്കിൽ ജനപങ്കാളിത്തമുള്ള സബ്സ്ക്രൈബേഴ്സുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പുകളായും ട്വിറ്റർ ഹാൻഡിലുകളായും ഇൻസ്റ്റാ അക്കൗണ്ടുകളായും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. 2013-14 കാലഘട്ടങ്ങളിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഫേസ്ബുക്ക് ഗ്രൂപ്പ് റൈറ്റ് തിങ്കേഴ്സ് ആയിരുന്നു. അന്ന് തന്നെ ഏതാണ്ട് 3 ലക്ഷമോ 5 ലക്ഷമോ സബ്സ്ക്രൈബേഴ്സ് അതിനുണ്ടായിരുന്നു. അതിലേറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയാമോ? ഈ ചരിത്രം പറയുമ്പോൾ ബോറടിക്കുന്നു എന്ന് പലപ്പോഴും തോന്നുന്ന ഈ ആവാസ വ്യവസ്ഥയുടെ, അതായത് പാകിസ്ഥാൻ അനുകൂല മനോഭാവം വെച്ച് പുലർത്തുന്ന ഒരു ആവാസ വ്യവസ്ഥയുടെ പാകിസ്ഥാൻ ഭീകരവാദത്തിൻ്റെ ഇരയാകുന്ന സമൂഹത്തിൽപ്പെട്ടവരാണ് ഈ 3 ലക്ഷമോ 5 ലക്ഷമോ എന്ന സംഖ്യയിൽ ഏറ്റവും അധികം ഭൂരിപക്ഷവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനവർ പറയുന്ന ന്യായമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോൺഫ്ലിക്റ്റൊക്കെ നമ്മൾ അറിയണമല്ലോ. എന്താണ് അവർ പറയുന്നത്, ശരിയാണ്, എന്താണ് അവർ പറയുന്നത് എന്ന് നാം അറിയുന്നത് കൊണ്ട് അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു? ചാരികസേനയിൽ കിടന്ന് അടുത്ത കോൺഫ്ലിക്റ്റ് നോക്കി അടുത്ത വാർത്ത നോക്കി പോവുകയല്ലേ? ഒരു സ്മൃതിഭ്രംശം സംഭവിച്ച രീതിയിലേക്ക് പോവുകയല്ലേ? പലപ്പോഴും ഞാൻ ഇത്തരത്തിലുള്ളൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ, മലയാളി സമൂഹത്തെ സംബന്ധിച്ചൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഞാനും ആ ആരോപണത്തിന് വിധേയനാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഞാനല്ല. കാരണം ആ ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്ന കാലത്ത് അവരെന്നെ പുറത്താക്കുന്നത് വരെ അക്കാലത്ത് അവിടെ നിന്ന് ഈ വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷം എന്നാൽ സാധിക്കുന്ന ഭാരതത്തിന് വേണ്ടിയുള്ള പ്രവർത്തികൾ ഞാൻ കൃത്യമായി ചെയ്തിട്ടുണ്ട്. തന്നെയുമല്ല, അതിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകളെയെല്ലാം നമ്മുടെ ഭാഗത്തു നിന്നുള്ള, അതായത് ഈ ഇരകളുടെ, ഞാൻ പറഞ്ഞല്ലോ ഈ ആവാസ വ്യവസ്ഥയുടെയും പാകിസ്ഥാൻ്റെയും ഇരകളാകുന്ന ഒരു സമൂഹത്തിലുള്ള ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നുള്ളതായിരുന്നു ആ പ്രവർത്തികളുടെ ഏറ്റവും ലളിതമായ കാര്യം. കൂടുതലുള്ള കാര്യങ്ങൾ പലതും
ഒരു ഷാനവാസ്, റൈറ്റ് തിങ്കേഴ്സ് ഷാനവാസ് എന്നുള്ളൊരു പേര് നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കനകമല തുടങ്ങിയിട്ടുള്ള പല ബന്ധങ്ങളിലും പല കാര്യങ്ങളിലുമുള്ള ഒരു ഇടപെടലുകൾ എന്നാൽ കഴിയുന്ന രീതിയിൽ, ഞാനാണ് ഈ കാര്യങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ചതെന്നല്ല പറയുന്നത്, അതിൻ്റെ ഒരു തുടക്കം അല്ല ഒരു തിരി കൊളുത്താൻ, ഒരു ചെറിയ തിരിയെങ്കിലും കൊളുത്തി വയ്ക്കുവാനുള്ള ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെന്ന് വളരെ അഭിമാനപൂർവ്വം തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ആരോപണത്തിൽ ഞാൻ വിധേയനല്ല. മറ്റുള്ളവർ സ്വയം അവരവർ വിധേയരാണോ എന്ന് ആലോചിക്കുക. ഇനി ഈ ആവാസ വ്യവസ്ഥയിലേക്ക് തിരിച്ചു വരാം. ഈ ആവാസ വ്യവസ്ഥ എങ്ങനെ പ്രവർത്തിക്കും? ഇനി വരുവാൻ പോകുന്ന ഏപ്രിൽ 22 ബന്ധപ്പെട്ട് എന്ന തീയതിയുമായി ബന്ധപ്പെട്ട് പഹൽഗാമിൻ്റെ ദുഃഖസ്മരണകൾ ഭാരതം സ്മരിക്കുന്ന ദിനവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഇരിക്കുന്ന ചതിയുമായി ബന്ധപ്പെട്ട് ഈ ആവാസ വ്യവസ്ഥ എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ലളിതമായ വിശദീകരണം കൂടി തന്ന് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ എക്സ് കോർപ്പ് എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ സൈനിക വിഭാഗം ജമ്മു ആൻഡ് കാശ്മീരിൽ ഭാരതത്തിൻ്റെ അധീനതയിലുള്ള, ജമ്മു ആൻഡ് കാശ്മീർ പൂർണ്ണമായും പാക് അധിനിവേശ കാശ്മീർ ഉൾപ്പെടെയുള്ളത് ഭാരതത്തിൻ്റേത് തന്നെയാണ്. ഇപ്പോൾ ഭാരതത്തിൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലുള്ള ജമ്മു ആൻഡ് കാശ്മീർ പ്രവിശ്യയിലേക്ക് ഈ വിവരങ്ങൾ വ്യാജ പ്രചരണം കൈമാറുന്നു. അവിടെ നിന്ന് ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇത് വിതരണം ചെയ്യപ്പെടുന്നു. ഈ ടൂൾ കിറ്റുകൾ വിതരണം ചെയ്യപ്പെടുന്നു. അത് സംബന്ധിച്ചുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ എല്ലാം വളരെ ലളിതമായി, ഇതാ ഇലക്ഷൻ അടുത്തു, മോദി ഇനി ഉടനെ ഭീകരാക്രമണം സൃഷ്ടിക്കും, 15 ലക്ഷം വന്നിട്ടില്ല, ഈ വ്യാജ പ്രചരണങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ സമൂഹത്തിൻ്റെ ഇടയിൽ സൃഷ്ടിക്കുക, അത്തരത്തിലുള്ള പ്രവർത്തികളെല്ലാം ഇത്തരം പോസ്റ്റുകളിലൂടെ. കാരണം ഒരു കാര്യം കൂടി ഞാൻ റൈറ്റ് തിങ്കേഴ്സ് ഗ്രൂപ്പിനെ കുറിച്ച് പറയാം. ഈ റൈറ്റ് തിങ്കേഴ്സ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് വെറുതെ ഞാൻ പറഞ്ഞതല്ല, പാകിസ്ഥാൻ അനുകൂല മനോഭാവം വെച്ച് പുലർത്തിയിരുന്നവരായിരുന്നു എന്ന്. ഏറ്റവും ചെറിയ ഉദാഹരണം, ബുർഹാൻ വാനി എന്ന ഇസ്ലാമിക ഭീകരൻ്റെ, ഭാരത സൈന്യം വധിച്ച ഇസ്ലാമിക ഭീകരൻ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ആ മ്ലേച്ഛൻ്റെ ഗുണഗാനങ്ങൾ സ്ഥിരമായി പാടിയിരുന്നൊരു ഗ്രൂപ്പാണ് റൈറ്റ് തിങ്കേഴ്സ് ഗ്രൂപ്പ്. അതുപോലെ തന്നെ ഐസിസ് അവരുടെ നിയന്ത്രണത്തിലുള്ള പ്രവിശ്യകളെല്ലാം വളരെ കൃത്യതയോടും കാര്യക്ഷമതയോടും കൂടിയാണ് കൈകാര്യം ചെയ്ത് അതിനെ അഡ്മിനിസ്റ്റർ ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഭരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നിരന്തരമായി പോസ്റ്റുകൾ ഇട്ടിരുന്ന ഒരു ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ പോസ്റ്റുകൾ വന്നിരുന്ന ഒരു ഗ്രൂപ്പാണ് റൈറ്റ് തിങ്കേഴ്സ്. റൈറ്റ് തിങ്കേഴ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ചെറിയ പ്രതിഫലനം മാത്രമാണ്, അല്ലെങ്കിൽ ഈ ആവാസ വ്യവസ്ഥയുടെ ഏറ്റവും ഒരു തുള്ളി മാത്രമാണ്. അതൊരു സമുദ്രമായി തന്നെ നമ്മുടെ നാട്ടിൽ പടർന്നു പിടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവർ കൈകാര്യം ചെയ്യുന്ന ഇത്തരം ഹാൻഡിലുകളുണ്ട്. അതുപോലെ തന്നെ സോഷ്യലിസ്റ്റുകളായും അർബൻ നക്സലുകളായും ഇവരുടെ എല്ലാം ധിമ്മികൾ എന്ന് പറയും, അതായത് അടിമകളായി, മാനസിക അടിമകളായി അവർ നൽകുന്ന അപ്പക്കഷ്ണങ്ങൾ രുചിച്ച് അതിൽ അഭിരമിച്ച് ജീവിക്കുന്ന ധിമ്മികളുണ്ട്. അവരുടെ ഒരു ആവാസ വ്യവസ്ഥയും എല്ലാം കൂടി ചേർന്ന് ഏറ്റെടുത്തൊരു പ്രചാരം നൽകി ഭാരതത്തിനെ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് തള്ളിവിടുവാൻ പാകിസ്ഥാനെ സഹായിക്കും. അതാണ് അവരുടെ ഇതിലുള്ള ഭാഗധേയം, അല്ലെങ്കിൽ അവരുടെ ഒരു റോൾ. അത്തരത്തിലുള്ള ആളുകൾ ഭാരതത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് സൈന്യവും രഹസ്യാന്വേഷണ ഏജൻസികളും എല്ലാ ഭീകര പ്രവർത്തനങ്ങളും കാര്യക്ഷമമായി തടയുന്നതിൽ പലപ്പോഴും പരാജയം നേരിടുന്നത്. പഹൽഗാം പോലുള്ള സംഭവങ്ങൾ പോലും ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള ഒരു ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പ് കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ആവാസ വ്യവസ്ഥ ഭാരതത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഒരു സംശയവും വേണ്ട. കാരണം ഈ 3 ഭീകരവാദികൾ എങ്ങനെ അതിർത്തി കടന്നെത്തി? സൈന്യത്തിൻ്റെ കണ്ണ് വെട്ടിച്ച് അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുവാനായിട്ട് ഭാരതത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലങ്ങളിൽ തന്നെ ഭാരതീയ പൗരന്മാരായി ജീവിക്കുന്ന ആളുകളുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം, പഹൽഗാമിലെ ഈ ഭീകരാക്രമണം നടന്നതിന് ശേഷം ഒരു ഗൈഡ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ സംരക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ കൊല്ലപ്പെട്ടതല്ലാതെ ആ പ്രദേശത്ത് നിന്ന് സൈന്യം അവിടെ എത്തിച്ചേരുന്നത് വരെ ഇരകൾക്കും അവരുടെ ബന്ധുക്കൾക്കും യാതൊരുവിധ പ്രാദേശിക സഹായവും ലഭിച്ചിരുന്നില്ല. ഇത് മാത്രം മതി അത്തരത്തിലുള്ള ആവാസ വ്യവസ്ഥയുടെ ഒരു നിലനിൽപ്പ്, അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റൻസ് ഭാരതത്തിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ. ആ ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പ് കൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ തടയുന്നതിൽ പൂർണ്ണമായും വിജയിക്കുവാൻ സൈന്യത്തിനോ അല്ലെങ്കിൽ രഹസ്യാന്വേഷണ ഏജൻസികൾക്കോ സാധിക്കാത്തത്. കാരണം 99 തവണ അവർ വിജയിക്കുന്നത് നാം അറിയുന്നില്ല. ഒരു തവണ അവർ പരാജയപ്പെടുന്നത് കൃത്യമായി വാർത്തകളാകുന്നുണ്ട്. ദൗർഭാഗ്യകരമാണ്, പക്ഷേ അതാണ് ലോകത്തിൻ്റെ യാഥാർത്ഥ്യം. അത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾക്ക് 140 അല്ലെങ്കിൽ 150 കോടി ജനങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു 10 കമാൻഡോകളെ വെച്ച് സംരക്ഷണം നൽകുവാൻ സാധ്യമല്ല. അത് ലോകത്തൊരു രാജ്യത്തിനും സാധ്യമല്ല. ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് പോലും ആ രാജ്യത്തുള്ള എല്ലാ പൗരനും ഒരു 10 കമാൻഡോകളുടെ സുരക്ഷ നൽകുക എന്നത് പ്രായോഗികമായ കാര്യമല്ല. അങ്ങനെയുള്ള അവസരങ്ങളിൽ രാജ്യത്തുള്ള ജനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുകയും കൂടി വേണം. കാരണം അത് ജനങ്ങളുടെ കടമയാണ്. അവരവരുടെ സുരക്ഷയും കൂടിയാണ്
ഇതിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് ആലോചിക്കുക. കാരണം പൗരൻ്റെ ഉത്തരവാദിത്തമാണത്. സ്വയവും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സ്വത്തുക്കളെയും നമ്മുടെ സമൂഹത്തെയും ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങളിൽ നിന്ന്, ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ നിന്ന് രക്ഷിക്കുവാൻ നമ്മളാൽ കഴിയുന്ന എന്ത് പ്രവൃത്തിയായാലും അതെത്രയും ലളിതമായിക്കോട്ടെ. ഏറ്റവും ചുരുങ്ങിയത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബുർഹാൻ വാനിയെ പോലുള്ള ഏതെങ്കിലും ഭീകരവാദിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് കാണുമ്പോൾ NIAയുടെ ഇമെയിൽ അഡ്രസ്സ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഇത്തരത്തിലുള്ളൊരു പോസ്റ്റിൻ്റെ വിശദ വിവരങ്ങൾ തയ്യാറാക്കി, ഇന്നതുപോലുള്ളൊരു പോസ്റ്റ് ഈ ഗ്രൂപ്പിൽ വരുന്നുണ്ട്, ഇന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ ഇന്ന ഹാൻഡിലാണ്, ഇന്ന ID ആണത് ചെയ്യുന്നത്, ഇത് സ്ഥിരമായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം അറിയിക്കുവാനായിട്ട് ഒരു 15-20 പോട്ടെ ഒരു 30 മിനിറ്റ് സ്വന്തം ജീവിതത്തിൽ നിന്നൊന്ന് മാറ്റിവെക്കുക. ചാരുകസേരയിൽ നിന്നൊന്ന് എഴുന്നേൽക്കുക. ഇത്തരം ജാഗ്രത നമ്മുടെ സമൂഹം നിരന്തരമായി, നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ ഭൂരിപക്ഷമായി ചെയ്തു തുടങ്ങിയാൽ തന്നെ ഇത്തരത്തിലുള്ള ഭീകരാക്രമണം തടയുന്നതിൽ നമ്മുടെ സൈന്യത്തിനും രഹസ്യാന്വേഷണ ഏജൻസികൾക്കും നമ്മുടെ ഭരണകർത്താക്കൾക്കും, കാരണം അവർക്കിപ്പോൾ കൃത്യമായ ലക്ഷ്യബോധമുണ്ട്. സൈന്യത്തിൻ്റെയും രഹസ്യാന്വേഷണ ഏജൻസികളുടെയും മേലുള്ള നിയന്ത്രണങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നതിലുള്ള നിയന്ത്രണങ്ങൾ പൂർണ്ണമായി തന്നെ ഇല്ലാതാക്കിയിട്ടുണ്ട്. അതിനുള്ള കാര്യക്ഷമത വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഈ പൗരന്മാരുടെ ഒരു സഹായവും സഹകരണവും അവരെ ഇത്തരം ദൗത്യങ്ങളിൽ, ഈ ചതിക്കുഴികളിൽ നിന്ന് ഭാരതീയരെ രക്ഷിക്കുന്നതിലേക്ക് കൂടുതൽ സഹായകരമായി തന്നെ പ്രവർത്തിക്കും. ആ ഒരു സഹായം, ആ ഒരു സഹകരണം നൽകേണ്ടത് ഒരു പൗരൻ്റെ ഉത്തരവാദിത്തമാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസം. നിങ്ങളുടെ വിശ്വാസം എന്താണെന്നറിയില്ല. അത് തന്നെയായിരിക്കും ഓരോ ദേശീയവാദിയുടെയും വിശ്വാസം എന്നാണ് ഞാൻ വീണ്ടും വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും ഏപ്രിൽ 22 എന്നുള്ളൊരു ദിവസം അടുത്തുകൊണ്ടിരിക്കുന്നു. ജാഗ്രത പുലർത്തേണ്ട അവസ്ഥയാണ് ഭാരതത്തിൽ. രഹസ്യാന്വേഷണ ഏജൻസികൾ ജാഗ്രതയിലാണ്, സൈനിക വിഭാഗങ്ങൾ ജാഗ്രതയിലാണ്. ഡൽഹിയിൽ ഉന്നത തലങ്ങളിലുള്ള മീറ്റിങ്ങുകൾ നടക്കുന്നു, കൂടിക്കാഴ്ചകൾ നടക്കുന്നു. നരേന്ദ്രമോദി കൃത്യമായി തന്നെ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുന്നു. അജിത് ഡോവലും രംഗത്തുണ്ട്. അമിത്ഷാ ജാഗരൂകനാണ്. ഒപ്പം തിരഞ്ഞെടുപ്പിൻ്റെ തിരക്കുകൾ ഭാരതത്തിൽ 5 സംസ്ഥാനങ്ങളിൽ ചൂട് പിടിക്കുന്നു. ഇതെല്ലാം കൂടിച്ചേർന്ന് ഏപ്രിൽ 22 ഒരു ദുരന്തം ഭാരതത്തെ തേടി എത്താതിരിക്കട്ടെ, ഭാരതത്തിന് അത് ഒഴിവാക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.